എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 40, ശ്ലോകം 4, 5, 6, 7, 8. 5 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. വൈകുണ്ഠമൂർത്തിയായിട്ട് ഇങ്ങനെ ഭഗവാനെ കണ്ടതിൻ്റെ ആ സന്തോഷവും അത്ഭുതവും, അങ്ങനെ രോമാഞ്ചം വന്നിട്ട് അക്രൂര് സ്തുതിക്കണു ഭഗവാനെ. അത് അതിഗഹനമായിട്ടുള്ള സ്തുതിയാണ്. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമകം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. ത്വാം യോഗിനോ യജന്ത്യർത്ഥ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവ. ഭഗവാനെ സാധാരണക്കാർക്കൊന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ഈ ജീവന്മാർക്ക് സംസാര നിവൃത്തി എങ്ങനെ ഉണ്ടാവുക? അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വിധത്തിൽ ഭജിക്കുന്നവർക്ക് നിന്തിരുവടിയുടെ കാരുണ്യ നിമിത്തം അറിയാനിട വരും. അതാണ്, ഭഗവാനെ ഭജിച്ചാൽ ഭഗവാനെ അറിയാൻ സാധിക്കും. സർവചരാചരങ്ങളുടെ ഉള്ളിലും പുറത്തും വ്യാപിച്ചും എല്ലാവരെയും അവരവരുടെ വാസനകൾക്കനുസരിച്ച് വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തിയും കൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ. ഇതറിഞ്ഞിരിക്കുന്ന യോഗികള് അങ്ങയെ ഭജിക്കണം. പിന്നെ ചില സജ്ജനങ്ങള് ശരീരത്തിൽ അധിവസിക്കുന്നവൻ ഭഗവാൻ എന്ന് ദൃഢമായിട്ട് അറിഞ്ഞുകൊണ്ട്, അങ്ങനെയുള്ള ദൃഢജ്ഞാനത്താൽ സാക്ഷ്യരൂപനായിട്ട് അങ്ങയെ ഉപാസിക്കണം. മറ്റു ചിലര് സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നവൻ നിന്തിരുവടി എന്ന് അറിഞ്ഞ് ഉപാസിക്കണം. വേറെ ചിലര് ആദിത്യമണ്ഡലത്തിൽ വസിക്കുന്ന തേജോമയനായ മഹാപുരുഷൻ നിന്തിരുവടി എന്നറിഞ്ഞ് ഉപാസിക്കണം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ വിധം ഉപാസിക്കുമ്പോൾ അവരിൽ കരുണയോടുകൂടി അതാത് വിധത്തില് അങ്ങയുടെ രൂപം അവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കണു ഭഗവാൻ അവിടുന്ന്. അതുകൊണ്ട് സംസാര നിവൃത്തിയും ആനന്ദപ്രാപ്തിയും അവർക്ക് ഉണ്ടാകണം. സംസാര നിവൃത്തിയും ആനന്ദപ്രാപ്തിയും അവർക്ക് ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് ചിലര് സാഖ്യമതത്തെയും മറ്റു ചിലര് യോഗമതത്തെയും അനുസരിച്ച് ഭജിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ത്രയ്യാച വിദ്യയാ കേചിത് ത്വാം വൈ വൈദാനികാ ദ്വിജാ യജന്തേ വിദതൈര്യജ്ഞൈ നാനാരൂപാമരാഖ്യയ. ഇപ്പൊ സാഖ്യയോഗ മാർഗങ്ങളെ പറ്റിയിട്ടാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. ഇനിയുള്ള 2 ശ്ലോകങ്ങള് കർമ്മജ്ഞാന മാർഗങ്ങളെ അനുസരിച്ച് ഭജിക്കുന്ന സമ്പ്രദായം വിവരിക്കുകയാണ്. വേദം, കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം എന്ന് 2ആയി പിരിഞ്ഞിരിക്കുന്നതില് യാഗാദി കർമ്മങ്ങള് കർമ്മകാണ്ഡ അന്തർഗതങ്ങളാണ്. നാനാവിധ രൂപങ്ങളെ അനുസരിച്ച് വിളങ്ങുന്ന പരമാത്മാവ് ഏകൻ, സത്യം. നാമരൂപങ്ങള് മിഥ്യ എന്ന് ബോധിപ്പിച്ച് സ്വരൂപാവരണത്തെ നീക്കി ആത്മാനുഭവത്തെ ജനിപ്പിക്കുന്ന വേദഭാഗത്തിന് ജ്ഞാനകാണ്ഡം എന്നു പേര്. കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗാദി കർമ്മങ്ങളില് അതിശ്രദ്ധയോടെ ഇരിക്കുന്ന ചില വൈദികന്മാർ ഇന്ദ്രവരുണാദികളെ പല വിധത്തിലുള്ള യാഗാദി കർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കണം. ഈ വിധം ആരാധിക്കുന്ന കർമ്മയോഗികള് അങ്ങനെ ആ ചിത്തശുദ്ധി പ്രാപിച്ച് ഭഗവാനെ അവിടുത്തെ പരമാർത്ഥ തത്വം ക്രമേണ ധരിക്കണം, മനസ്സിലാക്കണം എന്ന്. അതാണ് അതിന്റെ അർത്ഥം. ഏകേ ത്വാഖില കർമാണി സന്യസ്യോപശമം ഗതാ ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം. ജ്ഞാനമാർഗം കൊണ്ട് ഭജിക്കുന്ന ക്രമം പറയുകയാണ്. ആത്മസ്വരൂപനായ നിന്തിരുവടിയെ അറിയാത്തതിനാൽ ഉണ്ടായ സംസാര ദുഃഖം തീരണമെങ്കിൽ ആത്മാവിനെ അറിയുക തന്നെ വേണം. അല്ലാതെ
എത്ര കർമ്മങ്ങൾ ചെയ്താലും അനർത്ഥ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും ഉണ്ടാവില്ല. ഈ പരമാർത്ഥ തത്വം ധരിച്ചവരായ ജ്ഞാനികള് ലൗകികങ്ങളും വൈദികങ്ങളുമായ സകല കർമ്മങ്ങളെയും തീരെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഇഹലോകത്തിൽ സിദ്ധിക്കാവുന്ന സുഖത്തിന്റെ പരമാവധിയായിരിക്കുന്ന സാർവഭൗമത്വം മുതൽ പരലോകത്തിൽ സിദ്ധിക്കാവുന്ന ബ്രഹ്മപട്ടം വരെയുള്ള സ്ഥാനപ്രാപ്തികളിൽ അവർക്ക് ഒട്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നറിഞ്ഞിരിക്കുന്ന പരമജ്ഞാനികള് സമാധിയോഗത്താൽ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിയെ ആരാധിക്കുന്നു. അവരുടെ മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും വിടർത്തി ചിദാനന്ദ സ്വരൂപനായ അങ്ങയിൽ തന്നെ നിർത്തി ഞാൻ, നീ, അത്, ഇത് എന്നൊക്കെയുള്ള ആ ഭ്രമത്തിൽ നിന്ന് മുക്തന്മാരായി കൈവല്യമടയണു. തരതി ശോകം ആത്മവിദ്. ആത്മാവിനെ അറിഞ്ഞവൻ സംസാര ദുഃഖത്തെ കടക്കുന്നു. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ അർജുന. ഹേ അർജുന, ജ്ഞാനമാകുന്ന തീയ് സകല കർമ്മരൂപങ്ങളായ വിറകുകളെ മുഴുവനും ഭസ്മമാക്കുന്നു എന്നിങ്ങനെയുള്ള ശ്രുതി സ്മൃതി രഹസ്യാർത്ഥങ്ങൾ ഇവിടെ സ്പഷ്ടമായിട്ട് കാണിച്ചിരിക്കുക. അന്യേച സംസ്കൃതാത്മാനോ വിധിനാഭിഹിതേന തേ യജന്തി ത്വന്മയാസ്ത്വാം വൈ ബഹുമൂർത്തേകമൂർത്തികം. സാഖ്യം, യോഗം, കർമ്മം എന്നീ മാർഗങ്ങൾ ഒക്കെ വിവരിച്ച ശേഷം ഉപാസനാ മാർഗങ്ങളിൽ വെച്ച് പ്രധാനങ്ങളായ വൈഷ്ണവ ശൈവ മാർഗങ്ങൾ അനുസരിച്ച് ഭജിക്കുന്ന സമ്പ്രദായങ്ങൾ വിവരിക്കുന്നു ഈ ശ്ലോകത്തില്. ഹേ ഭഗവൻ, കർമാനുസരണം ഓരോരുത്തരുടെ ബുദ്ധി ഓരോ വിധം ഇരിക്കുമെന്ന് അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സകല ജീവന്മാരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഉപാസനാഭേദങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. പഞ്ചരാത്രം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആ ക്രമങ്ങള് അറിഞ്ഞ് വൈഷ്ണവാദി ദീക്ഷകളാൽ ദേഹശുദ്ധി വരുത്തിയിരിക്കുന്ന വൈഷ്ണവർ എന്ന് പറയപ്പെടുന്ന ഉപാസകന്മാര് നിന്തിരുവടി ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന 4 വിധ മൂർത്തിഭേദങ്ങൾ ധരിച്ചിരിക്കുന്നവനായതുകൊണ്ട് ബഹുരൂപനെന്നും മഹാനാരായണൻ എന്ന നാമരൂപം ധരിച്ചിരിക്കുന്ന സർവേശ്വരനാകയാൽ ഏകമൂർത്തിയെന്നും നിശ്ചയിച്ച് അങ്ങയെ തന്നെ സർവേശ്വരനായി കരുതി ഭജിക്കണം. ഇങ്ങനെ ഭജിക്കുന്ന വൈഷ്ണവന്മാർക്ക് അവരുടെ സങ്കല്പം അനുസരിച്ച് പ്രത്യക്ഷനായി ഭവിക്കുന്നതും നിന്തിരുവടി തന്നെയാണ്. ഏത് രൂപത്തിൽ ഭജിച്ചാലും ഭഗവാൻ തന്നെയാണ് അതിന്റെ ഫലം കൊടുക്കുന്നത്. ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യ വിഭേദേന ഭഗവൻ സമുപാസതേ. ഇനിതാ ശൈവന്മാരുടെ ഭജന ക്രമത്തെ പറ്റി പറയണം. ഹേ ഭഗവൻ, നിന്തിരുവടിയെ തന്നെ ശിവൻ എന്ന് ചില ആചാര്യന്മാര് പറയുന്നു. പ്രപഞ്ചകാര്യമെല്ലാം അടങ്ങുമ്പോൾ ആനന്ദമാത്രമായ യാതൊരു പരമതത്വം അന്തർവൃത്തിയായിട്ട് അനുഭവിച്ചറിയപ്പെടുന്നുവോ ആ പരമചൈതന്യ സ്വരൂപനായ നിന്തിരുവടിയെ തന്നെ ആ മഹാത്മാക്കൾ ശിവൻ എന്ന് പറയുന്നു. ആ ശിവനെ ഭജിക്കാനുള്ള മാർഗത്തെയും ശൈവം, പാശുപതം എന്ന ഭേദത്താൽ ബഹുവിധമായിട്ട് ബഹ്വാചാര്യന്മാര് നിശ്ചയിച്ചിരിക്കുന്നു. ആ മാർഗത്തെ അനുസരിച്ച് ഭജിക്കുന്ന ശൈവന്മാരും നിന്തിരുവടിയെ തന്നെ ഉപാസിക്കുന്നു. ഉപാസകന്മാരുടെ രുചിഭേദ നിമിത്തം ബഹുവിധ നാമരൂപങ്ങള് അവര് നിശ്ചയിച്ചും ഓരോ മാർഗം ആശ്രയിച്ചും ഭജിക്കുന്നു. എങ്കിലും ഉപാസ്യനായ നിന്തിരുവടി ഏകനല്ലാതെ മറ്റ് അന്യൻ ഇല്ലാത്തതിനാൽ എല്ലാവിധ നാമരൂപങ്ങൾ കൊണ്ടും എല്ലാവരും ചെയ്യുന്ന ഭജനം അങ്ങയെക്കുറിച്ച് തന്നെയാകുന്നു. ഗംഗ മുതലായിട്ട് ധാരാളം നദികളുണ്ട് അല്ലെ. ഈ നദികളെല്ലാം ചെന്ന് ചേരുന്ന സ്ഥാനം ഏതാ? ഏകമായ സമുദ്രം. അതുപോലെ സർവ ഉപാസ്ത്രികൾക്കും ഉപാസകന്മാർക്കും ലക്ഷ്യം ഏകനായ നിന്തിരുവടി തന്നെ. അതാണ് അതിന്റെ അർത്ഥം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.